ഹലോ, എല്ലാവർക്കും രത്നരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഇവിടെ അടയാണ് ഉണ്ടാക്കുന്നത്, ചക്ക കൊണ്ടുള്ള അട. ചക്ക വരട്ടിയത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ചക്ക വരട്ടിയത്. ബാക്കിയുള്ളത് ഞാൻ ഇത്തിരി എടുത്ത് വെച്ചതാട്ടോ. ഇതും അരിപ്പൊടിയും പിന്നെ അരിപ്പൊടിയും കുറച്ച് ചോറാണ് ഞാൻ ചേർത്തേക്കുന്നത് കേട്ടോ. ചോറ് ഞാൻ മിക്സിയിൽ അരച്ചൊന്നുമില്ല, അപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ അരച്ചേക്കുന്നത്. എന്നിട്ട് അത് എടുത്തിട്ട് നമ്മൾ ഈ ഇത്ര എടുക്കുക. ഇത്ര എടുത്തിട്ട് ഇതാ വെറും വെള്ളത്തിലാണ് കേട്ടോ ഞാൻ കുഴച്ചത്. ചക്ക വരട്ടിയത്, ചോറ്, പിന്നെ അരിപ്പൊടി ഇത്ര എടുത്തിട്ടുള്ള. നമുക്ക് റവയോ മൈദയോ ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. 1:1:1:1 എന്നുള്ളതിൽ ചേർക്കാം കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഞാനിപ്പോൾ ഇതിൽ ചോറ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം എന്നിട്ട് നമ്മൾ ഈ ഇല ഇവിടെ ഉള്ളതാണ്, ഇടന ഇല എന്ന് പറയും. അപ്പം അതിൽ നമ്മളൊന്ന് പരത്തി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ മടക്കുക. വെറുതെ ഞാൻ മടക്കുന്നുള്ളൂ കേട്ടോ. ചിലർ കൂമ്പിളുമാതിരി ഇങ്ങനെ കുത്തിയാലും രസമുണ്ടാവും. എങ്ങനെയായാലും ടേസ്റ്റ് ഒന്നും തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അടുത്തത് കൊടുക്കാം നമുക്ക്. ഇതിങ്ങനെ വെച്ചു. ഇതിലൊന്ന് പതുക്കൊന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. ഒരുപാടൊന്നും അമർത്തൊന്നും വേണ്ട. എന്നിട്ടത് മടക്കുക. ഇങ്ങനെ മടക്കുക. മടക്കിയിട്ട് ഇങ്ങനെയൊന്നും കൂടി മടക്കി കഴിഞ്ഞതാ. ഇതാണ്. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം മടക്കി വയ്ക്കാം. ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഞാനിത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിത് ആവി കയറ്റാം. കിളിപ്പൈങ്കിളി കുണുക്കു ചെമ്പകത്തേൻ തരാം, കുന്നോളം കുമ്പാളിൽ മഞ്ഞളരച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ചക്ക അട. ചക്ക ഞാനൊരെണ്ണം കുമ്പിള് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. കുമ്പിളപ്പം എന്ന് പറയപ്പോൾ ഇപ്പോൾ താഴെ പോയത്. ഇതിങ്ങനെ കുമ്പിളാക്കിയിട്ട് ഉണ്ടാക്കിയത്, ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് ഞാനൊരു കഷ്ണം ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നോക്കാനിതാ ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് വരട്ടുമ്പോൾ, അതുകൊണ്ട് ആ നെയ്യിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത്തിരി ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ചക്കയിൽ. അപ്പോൾ ശർക്കര. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പഴയ പലഹാരങ്ങളാണ് ഇതൊക്കെ. ചക്കട, ചക്കക്കുമ്പിൾ എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.